ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളെ പള്ളിയിൽ ദിക്റാണ്. ഇന്നലത്തെ വീഡിയോസാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നാണ്. അപ്പോൾ പള്ളിക്കായിട്ട് നമ്മൾ കുറച്ച് ചീരണി കൊടുക്കേണ്ടതുണ്ട്, പത്തരിയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ വറവും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ രാവിലത്തെ ദോശയും കറിയൊക്കെ ഉണ്ടാക്കി, രാവിലെ കടുമ്പും ചായയൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ ഉച്ചക്കത്തെ കറിയും ചോറും അതും ഉണ്ടാക്കി. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ചിക്കൻ കൊണ്ടുവന്നു. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാല് ഭയങ്കര വേദനയാണ്. രാവിലെ തൊട്ട് പണിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്ക് പിന്നെ വീണ്ടും കിച്ചണിലേക്ക് വന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും കിച്ചണിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ വല്ലാത്തൊരു വേദനയാണ്. നമ്മൾ ആരായാലും കിച്ചണിലേക്ക് വന്ന് അധികം നിന്നാൽ ഭയങ്കര വേദനയാണ് കേട്ടോ കാല്. അതുപോലെ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അധികം നേരം നിന്നാൽ പെട്ടെന്ന് കാല് വേദന എടുക്കും. അപ്പോൾ ഉച്ചവരെ രാവിലെ തന്നെ സ്കൂളിലേക്ക് മക്കളെല്ലാവരും പോയതാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ മക്കൾ വന്നപ്പോൾ മക്കളും കൂടെ ഹെൽപ്പിനൊക്കെ നിന്നു. എൻ്റെ മക്കൾ എന്ത് കാര്യങ്ങളുണ്ടായാലും എൻ്റെ കൂടെ തന്നെ കിച്ചണിൽ എന്ത് പണി വേണമെങ്കിലും എനിക്ക് കഴിയുന്ന പരമാവധി അവർക്ക് കഴിയുന്നത് എടുത്തു തരും. അപ്പം മക്കളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉമ്മ ഞാൻ സഹായിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിർബന്ധിച്ചില്ല. കാരണം വേറൊന്നുമല്ല, അവർക്ക് എടുക്കുന്ന പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് എല്ലാ പണിയും കറിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. കറിയും പിന്നെ ചിക്കൻ്റെ വറവും അതൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ രാത്രി ഏഷാനിസ്കാരം കഴിഞ്ഞിട്ടാണ് പള്ളിക്ക് ചീരണി കൊണ്ടുപോകേണ്ടത്. അങ്ങനെ ഞാൻ പിന്നെ അവരെ നിർബന്ധിച്ചില്ല. അങ്ങനെ ഞാൻ ആദ്യം ചിക്കൻ കറിയൊക്കെ സെറ്റാക്കി. അതിന് ശേഷമാണ് ഞാൻ വറവുണ്ടാക്കിയത്. സ്കൂളിൽ നിന്ന് മക്കൾ വന്നതിന് ശേഷം പിന്നെ എല്ലാം സെറ്റായി. അവർക്ക് ചോറും കറിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വീണ്ടും കയറിയത്. അങ്ങനെ പിന്നെ നമുക്ക് അർജൻറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിക്കുള്ള ചീരണി കൊണ്ടുപോകേണ്ടത്. കുറച്ച് സമാധാനത്തോടെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം കറി ഉണ്ടാക്കി, പിന്നെയാണ് ഞാൻ വറവുണ്ടാക്കിയത്. അങ്ങനെ അതിനിടയിൽ മക്കൾക്ക് ചോറെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എല്ലാ പണിയും സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പോലെ ഇടങ്ങറില്ലാത്ത പണിയാണ്. പക്ഷേ എനിക്കാണെങ്കിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാലിൻ്റെ അടി രണ്ടും ഭയങ്കര വേദനയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇതെല്ലാം പണി കഴിഞ്ഞിട്ട് കിച്ചണിൽ നിന്ന് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കിച്ചണ് കാണുമ്പോൾ ഭയങ്കര ഇടങ്ങേറ് തോന്നുന്നുണ്ട്. കാരണം എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ എന്ത് എടുക്കും, ഓരോരോ പണിയെടുക്കുന്ന സമയത്ത് ഓരോരോ സംഭവം കഴുകിയൊക്കെ വൃത്തിയാക്കും. അങ്ങനെയാണ് എൻ്റെ പതിവ്. അപ്പോൾ നമ്മളെ ചിക്കൻ കറിയും വറവൊക്കെ റെഡിയാവാനായിട്ടുണ്ട്, ഏകദേശം റെഡിയാവാനായിട്ടുണ്ട്. അപ്പോൾ വറവൊക്കെ സെറ്റായി, ചിക്കൻ കറി ഒരടുപ്പിൽ സെറ്റാകുന്നുണ്ട്. അപ്പോൾ ഇന്നേതായാലും ചീരണി 8 മണിക്കാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനിടയിൽ ഭർത്താവ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ മക്കൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പത്തിരി ചുടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ അരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കന് കറിയായതിന് ശേഷം ഞാൻ പത്തിരി ചുടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളത് വറവൊക്കെ സെറ്റായി. അവസാനമായിട്ട് മല്ലിച്ചപ്പൂ ഇതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കറിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കറിൻ്റെ പരിപാടിയും ചെറുങ്ങനൊക്കെ സെറ്റാകുന്നുണ്ട്. അപ്പോൾ നമ്മളെ വറവൊക്കെ സെറ്റായി. 2 ലെഗ് പീസും ഉണ്ട്. ഇത് പള്ളിക്ക് നിർബന്ധമാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഇത് നിർബന്ധമാണ്. അങ്ങനെ ഞാനിതാ അരച്ച് വെച്ചതിന് എല്ലാം സെറ്റാക്കി. അതിനിടയിൽ മക്കൾ വന്ന് എനിക്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇവർ എന്ത് പരിപാടി എൻ്റെ വീട്ടിൽ കഴിയുന്നുണ്ടെങ്കിലും കൂടെ തന്നെ നിൽക്കുന്നുണ്ടാവും എൻ്റെ കൂടെ. അപ്പം ഞാൻ ചുട്ടെടുക്കും തോറും ഇവർ എനിക്കതിനെ സഹായിച്ച് തരുന്നുണ്ട്, എല്ലാം ഹെൽപ്പാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഇവർ എൻ്റെ കൂടെ ചെറിയ കാര്യത്തിനൊക്കെ നിൽക്കും. അങ്ങനെ അതിനിടയിൽ ഇവരെ പണി ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പത്തിരി ചുട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പം നമ്മളെ പത്തിരി ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചുട്ടൊക്കെ കഴിഞ്ഞു. ഇനി പത്തിരി കൊണ്ടുപോകാനായിട്ട് സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി കവറിലാക്കിയിട്ട് നമ്മളെ പത്തിരി കൊണ്ടുപോകാനായിട്ട് ഭർത്താവ് വന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കി പത്തിരി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.